പെട്ടുവെന്ന് വിചാരിച്ചതായിരുന്നു. കഴിച്ചിട്ടായി. ഇപ്പൊ ഇങ്ങനൊരു ലോറി വന്നിട്ട് ഇടിച്ചാലോ? ഇതിന്റെ തലേനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഈ ഒരു സാധനമാണ് നമ്മൾ മാറ്റിയത്. ഈ ഒരു സാധനമാണ് മാറ്റിയത്. Full Ironman is a tough journey, but it is not impossible. സൈക്കിൾ പീടികയിൽ ഇറങ്ങണ നേരം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. Wow, how beautiful people. Oh, pressure ज़्यादा हो गया. പ്രശ്നം എന്താണെന്നറിയോ? ഇതാണ്ടോ, ഇതിങ്ങനെ തിരിയും, മുമ്പിലേക്കും അതേപോലെ തിരിയും. ഇടക്ക് മാത്രമേ ഇത് ലോക്കാകുന്നുള്ളൂ. കണ്ടോ, ഒരു മിസ്സിങ് ഉണ്ട്. കണ്ടോ, ഇടക്ക് മാത്രമേ ടയറിലേക്ക് പോകണുള്ളൂ. ഇതിന് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുക എന്താ വെച്ചാൽ, ഇതാണ് ഹബ്ബ്, ഫ്രീ വീൽ ഹബ്ബ് എന്ന് അതിന് പറയാം. ഈ ഫ്രീ വീൽ ഹബ്ബ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇല്ലുകളൊക്കെ മാറ്റി പുതിയ ഹബ്ബ് ഇടണം. സൈക്കിളിൻ്റെത് ഓക്കെ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കാലുണ്ടല്ലോ വെറുതെ ചൊറിഞ്ഞിട്ട് മുറിയിട്ടുണ്ട്. അതും കൂടി കാണിച്ചു തരാം. കാലും പിടുത്തം വിട്ടിട്ടുണ്ട്. അങ്ങനെ ചെക്കന് അംഗവൈകല്യം സംഭവിച്ചു ഗൈസ്. അങ്ങനെ മൊത്തത്തിൽ കൊളായി കിടക്കുകയാണ്. പക്ഷേ ഇതൊക്കെ അതിൻ്റെ ഒരു പാട്ടാണ്. നമ്മൾ ചിലപ്പോൾ ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസ് പെട്ടെന്ന് മറന്നു പോകും. പക്ഷേ ഏറ്റവും ടഫസ്റ്റ് സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മളെ ലൈഫിൽ എന്നും ഓർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്തായാലും മറക്കില്ല. ഇത് റാഷിദ് സാർ പറഞ്ഞ കോട്ടാട്ടോ. വിജയത്തിലേക്കുള്ള യാത്രയിൽ കുറേ മുള്ളൊക്കെ ഉണ്ടാവും. നമ്മളതിൽ തട്ടി തടഞ്ഞ് വീണ് ചിലപ്പം പരാജയപ്പെടാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ. ഒപ്പരാട്ടോ നമ്മളിന്ന് പോണത്. സുരേഷ് സാർ ബൈക്കിൽ നമ്മളെ ലീഡ് ചെയ്യും, നമ്മളതിൻ്റെ ബാക്കിൽ പോവും പോലെ. അപ്പോൾ നമ്മൾ സൈക്കിളിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സൈക്കിൾ കംപ്ലൈൻ്റ് ആയിട്ടും എങ്ങനെയാണ് ഇപ്പോൾ പോകാൻ പറ്റുന്നത്. അതായത് പെഡലിംഗ് ഒന്ന് നിർത്തിയാൽ പിന്നെ ഫ്രീ ആവും. പെഡലിംഗ് നിർത്തിയാൽ ഫ്രീ ആവും, പിന്നെ ലൂസാവും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കോമഡിയാണ്. ഈ പെഡലിംഗ് അങ്ങോട്ട് നിർത്തിയാണ്ടല്ലോ അപ്പോൾ ഫ്രീ ആവും. അപ്പം അങ്ങനെ കിട്ടുന്നിടത്തോളം അങ്ങനെ പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻ. അതുപോലെയാണ് അറൗണ്ട് ഇന്നലെ നമ്മൾ 30-40 കിലോമീറ്ററോളം റൈഡ് ചെയ്ത്. ഞാൻ കോമഡി ചെയ്തു. ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണെന്നല്ലേ. हाँ ठीक है. हम केरला से है, कैलिकट. उधर एक शॉप है गियर जंक्शन, हमारा दोस्त का है, उधर से लिया मैंने 3 साल पहले. देखता हूँ, हाँ चेक करता हूँ. ठीक है सर. ഇതുണ്ടല്ലോ 2015 आयरनमैन कंप्लीट ചെയ്തതാണ്. हमारा गांव में एक आदमी को मिला था हमने. आयरनमैन वो हाफ आयरनमैन लिया था. आपने फुल लिया है क्या? मैंने फुल किया है, 2015 में किया है. How was the experience? I started my journey from 2013. Okay. Very tough journey. For 2 years I was practicing a hell lot. I used to wake up at 5 o'clock, then go for cycling, go for swimming. Full Ironman is a tough journey, but it is not impossible. Yes. It is possible. How was the swimming in sea? Swimming in sea, for sea swimming we need to get used to it first. For swimming we need to practice a hell lot, and we need to play at least 4 half Ironmans before full Ironman in India. If you are doing it abroad, we need to play half Ironman at least 4 in India. Okay, really nice to meet you, sir. Thank you. മക്കളെ, പൊന്നാര മക്കളെ, എന്ത് ശനിയാഴ്ചയാണ് ഓർമ്മയില്ലാണ്ട് നമ്മൾ ഇറങ്ങിയത്. ഇവിടെയും കടകളൊക്കെ അടവാണ്. ഇനിയിപ്പോൾ ഇവിടെ മുഴുവൻ ചുറ്റി കറങ്ങേണ്ടി വരും, മിക്കവാറും എവിടെയെങ്കിലും ഓപ്പൺ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇനി നാളെ ശരിയാക്കേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. Yes. You are lucky enough. Thank you. Because about herbs and cassette, it is impossible Yes. to get it. Now it's due to the China ban and all, it's very difficult here. Right. We are dealers for Shimano. Okay. So that is possible. Means we keep very rare parts. Okay. एक बार दिखाओ. അപ്പോൾ നമ്മളെ സൈക്കിളിൻ്റെ ഈ സാധനമാണ് കേട്ടോ മാറ്റുന്നത്.
ഓക്കെ. ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാം, നമ്മൾ ഭയങ്കര ലക്കിയാണ്, അല്ലെങ്കിൽ ഈ സാധനം ഇവിടെ അവൈലബിൾ ആവില്ലായിരുന്നു. അതാണ് നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ പഠിച്ചാൽ നമ്മളെപ്പോഴും തന്നെ ഉണ്ടാവും. There's a website named Warm Showers. ഓക്കെ. So every traveler who is coming from abroad and he wants to cycle in whole India, they come on cycle. So we are connected to that Warm Showers. Means once a year, foreign couple visits Kolhapur. It's Okay. our shop if they need anything. So we are on that website and we tell them on website that if you need any free service, if you need anything about cycle, you can visit our shop. It's a new information for us. Yes. Warm showers, right? Warm Showers. That's good. Connect to it. Means it is a cycling community. If you go abroad, if Okay. you go to Germany or anywhere else, you'll get help over there also. Okay. Same like you. Thank you. Yeah. मैं पता है इसके बारे में. We need to keep cycle at least for a day. Yes. But for you, we can do it. Okay. Thank you, Very sir. short notice. Yeah. Not a problem. Yeah. They करून दे त्यांना. Yeah. So cycle. Keep it. If you are going to go somewhere else, you can go and come back again. Okay. Or you can wait. Not a problem. Thank you. Yeah. അപ്പോളേ നമുക്ക് എന്തോ ഭാഗ്യമുണ്ട്, ഇതില് ഞമ്മക്കും വേണ്ടിയിട്ട് ഇതാ കട ഓപ്പൺ ചെയ്തിട്ട് ഒരു സാധനം നോക്കി എന്തോ ഭാഗ്യത്തിന് സാധനം ഇവിടെ തന്നെ കിട്ടിക്കണേ. അപ്പോൾ ഓല് പറയണത് 1.5 മണിക്കൂറാവും. 1.5 മണിക്കൂറാകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളോട് എവിടേക്കാണ് പോകേണ്ടതെന്ന്, എവിടെ പോകേണ്ടത് വെച്ചാൽ അവിടെ പോയി വരാനാണ് പറഞ്ഞത്. എന്തായാലും സത്യം പറഞ്ഞാൽ പടച്ചോണ്ട് നമ്മളപ്പോൾ ഓല് അതാ പറഞ്ഞത്, സാധനം ഉണ്ടോയെന്ന് ഉറപ്പില്ലേനു, എന്തായാലും ഒന്നുണ്ട് ഓല അതുകൊണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാനിക സോ മച്ച് ഹാപ്പി. കാരണം ഉണ്ടല്ലോ, ഈ സാധനം നമ്മൾ അജിത്തേട്ടനെ വിളിച്ചു, നിതിനേട്ടനെ വിളിച്ചു, അപ്പോൾ അവർക്ക് ആർക്കും ഈ കോലാപ്പൂരിലുള്ളത് അറിയില്ല. അപ്പോൾ പൂനെയിൽ പോയിട്ട് നന്നാക്കേണ്ടി വരും എന്നൊക്കെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പഠിച്ചോ നമ്മളപ്പുറം തന്നെ ഉണ്ട്, ഇവരുടെ അടുത്ത് സാധനം സ്റ്റോക്ക് ഉണ്ട്. സോ ഹാപ്പി. ഈ സൈക്കിൾ ഷോപ്പിൽ നിന്നാണ് നമ്മൾ നന്നാക്കുന്നത്. കണ്ടോ, ഇവർ ഷട്ടർ താഴ്ത്തിയിട്ടേക്കാണ്. കാരണം മുംബൈയിൽ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ലോക്ക്ഡൗൺ ഉണ്ട്. സോ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. സാധാരണ ഒരു ദിവസമൊക്കെ എടുക്കുന്ന പരിപാടി നമ്മളായതുകൊണ്ട് ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ചെയ്തുതരാമെന്നാണ് പറഞ്ഞത്. സോ ഗ്രേറ്റ്. നമ്മൾ പെട്ടുവന്ന് വിചാരിച്ചത് ഇരുന്നുണ്ട്, കഴിച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഏകദേശം കുറേ നെയ്ക്കറിനാണ്. നമുക്ക് ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യം സമയം ഫ്രീ ഉണ്ട്. സോ നമുക്ക് ഇവിടെ കാണാം എന്തൊക്കെയാണ് ഉള്ളത്. ഇവിടുത്തെ പയൊക്കെ എന്തൊരു ചൊറുക്കി. നമ്മളവിടെയൊക്കെ കറുത്ത വരയും പുള്ളിയും കുത്തൊക്കെ അല്ലേക്കും. ഇവിടെ ഭയങ്കര എന്തോ ഒരു കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങി തിന്നാൻ തോന്നുന്ന പോലത്തെ. നോക്കിയാണ് പേരക്കൊക്കെ ആപ്പിൾ കുക്കിയാണ് ഒരേ പോലത്തെ ഒരേ കളറിൽ ആപ്പിൾ. നമുക്ക് കുറച്ച് ആപ്പിൾ അങ്ങനെ പോകുമ്പോൾ ഇമ്മച്ചി ഷാനിക്കനെ ഫ്രൂട്ട്സൊക്കെ തീറ്റിച്ച് നോക്കാൻ പറഞ്ഞിരിക്കണേ. ഷാനിമോള് നോക്കണ പോലെ നോക്കാൻ പറഞ്ഞു. ഒരു കോമഡി ഉണ്ട്. ഇമ്മ ഞാൻ നോക്കണ്ട് കേട്ടോ. എപ്പോഴും ഹെൽമെറ്റ് വെച്ച് എടാ ആ ഒരു ഫ്ലോയില് അത് സാരില്ല. എങ്ങാനും വണ്ടിനെ വന്ന് ഇടിച്ചാൽ തലക്കത്ത് പറ്റാക്കാണോ. എന്തിനാ ഹെൽമെറ്റ് ഇടണേ? എന്തിനാ ഇങ്ങനെ എന്തിനാ ഹെൽമെറ്റ് ഇടണ വണ്ടി കിട്ടുമ്പോ? പ്രൊട്ടക്ട് ഹെഡ് പ്രൊട്ടക്ട്. അപ്പൊ തല എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തൂടെ? ഇപ്പൊ എങ്ങാനും ഇന്നൊരു ലോറി വന്നിട്ട് ഇടിച്ചാലോ? എനിക്ക് എന്റെ തലേനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ, അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ മറന്നതൊന്നുമല്ല കേട്ടോ. കുട്ടിന്റെ ഒപ്പാണല്ലേ നമ്മുടെ ഫോണേ. कौन सा मंदिर? महालक्ष्मी। हम उधर ही जा रहे हैं। अंबाबाई मंदिर बोलते हैं उसको। ठीक है। कोल्हापुर की क्या बोलते हैं उसको? माँ। कोल्हापुर की माँ है। ठीक है। आसपास है क्या वो? पास में है। ठीक है। पैदल थोड़ा घूमेंगे। हाँ। बिंदु चौक बोलते हैं उसको। ठीक है। कोल्हापुर में कुछ भी हंगामा होता है पहले वहाँ होता है। हाँ कुछ भी यानी ट्रैक मोर्चा जो भी कुछ भी प्रॉब्लम हो तो पहले लोग यहाँ इकट्ठे होते हैं। हाँ। उसके बाद यहाँ से शुरू करते हैं। ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. ഇവിടെ കടകളൊന്നും ഓപ്പൺ അല്ല, പക്ഷേ തെരുവോര കച്ചവടക്കാരും സത്യം പറഞ്ഞാൽ നല്ല രസമല്ലേ. എന്താ പറയാ, ആപ്പിള്, പഴം, അതേപോലെ പേരക്ക, ഓറഞ്ച്, എന്ത് ചൊറുക്കാണ് ഇതൊക്കെ കാണാൻ. നമ്മളിന്ന് കോലാപ്പൂരിലെ ദേവസ്ഥാനമായിട്ടുള്ള കോലാപ്പൂർ അമ്മേൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്.
അപ്പോൾ സൈക്കിൾ അവിടെ ഒരു 1-1.5-2 മണിക്കൂർ കൊണ്ട് റിപ്പയർ ആവും. അപ്പോൾ ഞങ്ങൾ കോലാപ്പൂരിൻ്റെ കാഴ്ചകളൊക്കെ കാണാനാണ്. അവിടെ നാളെ ഓഗസ്റ്റ് 15 ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ട്. അതുപോലെ ഇവിടെ മഹാത്മാ ഫുലെ, അതേപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കർ. നമ്മൾ അങ്ങോട്ടാട്ടോ പോണ്. ശിവാജി മഹാരാജിൻ്റെ എന്തോ കൺസ്ട്രക്ഷൻ ആണ്, കൊട്ടാരം പോലെയൊക്കെ തോന്നുന്നുണ്ട്. നോക്കി നടക്കടോ. ഇത് നോക്കി നടന്നാ മതി. ഈ മുമ്പ് നോക്കി നോക്കിയാ കജ്ജിന് വെച്ചാ കാലിനും വെച്ചാ. महालक्ष्मी मंदिर है जो शिवाजी महाराज शाहू महाराज थे उसके समय में जो बनाए हुए दगड़ पत्थर से बनाया है. हाँ हाँ. उस समय सीमेंट ज़्यादा इस्तेमाल नहीं करते, चीनी पत्थर. कंस्ट्रक्शन तो बहुत अच्छा है. लस्सी अच्छी मिलती है. हाँ लस्सी वो अच्छा है ना. ठीक है लस्सी खाएंगे. डालने के लिए नाही चालत ना. बाहेर करू शकतो. बाहेर काय बी का मंदिर बंद असेल. ഞങ്ങളുടെ आप लीजिए. ലസ്സിയാണ് കേട്ടോ. ലസ്സി നമ്മൾ 2 ദിവസം മുന്നേ देखो रात नहीं है हमारे पास. നല്ല രസമല്ലേ? ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഒന്നുകൂടി കുടിച്ചു നോക്കി, ഒരു മുറിക്കൂടി കുടിച്ചു നോക്കി. എന്തിന്റെ നെയ്യിൻ്റെ ആണോ? എനിക്കിഷ്ടമില്ല. ഇന്നാള് നമ്മളിത് വാങ്ങാൻ വേണ്ടി പോയിനി, പക്ഷെ അപ്പൊ അവിടുന്ന് കിട്ടിയില്ല. അവിടുന്ന് കർണാടകയിൽ നിന്നല്ലേ. ഇപ്പോഴാണ് ലസ്സി കിട്ടുന്നത്. ഞാൻ ഇതുവരെ ലസ്സി കുടിച്ചു നോക്കിയിട്ടില്ലേ കേട്ടോ സത്യം പറഞ്ഞാല്. മാണ്ടപ്പോ അവിടുന്ന് തിന്നണി കുടിച്ചിന് സാധനം കണ്ട അപ്പൊ അയിമക്കാട് പോകുന്നു. ഇത് വെറൈറ്റി ടേസ്റ്റ് അല്ലേ? ഇവിടുത്തെ ലസ്സിൻ്റെ ഗ്ലാസ് ചെറുതാട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നിറച്ച് വലിയ ഗ്ലാസ് നിറച്ചും കുടിക്കും. പക്ഷെ അടിപൊളിയാണ്. ഞാൻ ആദ്യത്തെ മുറുക്ക് കുടിച്ചപ്പോഴേ കേടുന്നതാ വിചാരിച്ചു. കാരണം എനിക്ക് ഇതിന്റെ ചൊയ അറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് കുടിച്ചോക്കല്ലേ. അപ്പൊ ഷാനിക്ക പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെയാണ്. ഷാനിക്ക 2 ദിവസമായി ലസ്സി കുടിച്ച. ഷാനിക്ക ലസ്സിന്റെ ആളാ. ഫോൺ തന്നു തുടങ്ങി ലസ്സി പറയാൻ. ഇത് വേറൊരു വെറൈറ്റി. ഇത് നാട്ടിൽ കുടിക്കണോ? ഇതിന് മുന്നേ കുടിക്കണോ? जय हिंद साहब. जय शिवराय. जय श्री राम. मंदिर है महालक्ष्मी टेम्पल. ये ईस्वी सन पूर्व 2000 है. 2000 हाँ ईस्वी सन पूर्व में जब कैलेंडर चालू नहीं हुआ उससे पहले. इससे पहले. ओके. दूसरा ये जो है 3.5 शक्तिपीठ में से एक शक्तिपीठ है. जो यहाँ सती की जो ये थी आंखें यहाँ गिरी थी. इतना ये इसका ये है. इसको अंबाबाई भी बोलते हैं और महालक्ष्मी भी बोलते हैं. अम्मा और महालक्ष्मी भी हाँ, बोलते हैं. श्री महालक्ष्मी भी बोलते हैं और श्री महा अंबाबाई भी बोलते हैं. ठीक है. ये है. ये ईस्वी सन पूर्व 600 साल पुराना है. 600 साल. मीन्स अभी कितना 2000 कुछ 621 साल हो गए इस मंदिर को. पहले बहुत यादवकालीन मंदिर है, बहुत पुराना. ओके. और अंदर जो है अंदर 9 ग्रह का ये भी है, मंडल भी है अंदर. 9 ग्रहों का मंडप है अंदर गरुड़ मंडप है. फिर कासव का जो बैठने का ये है वो है. फिर गाभार मूर्ति है. ठीक है सर. थैंक यू. आपका नाम? हाँ शिवाजी कोकने. शिवाजी कोकने. कोकनी. थैंक यू सर. या.
आपका नाम दो शिवाजी पवार. हाँ शिवाजी ऐसा हाँ आपका नाम शिवाजी कोकने ശിവാജി കോക്കണി. हाँ ഇവിടുത്തെ പേരുകളൊക്കെ ഉണ്ടോ, തുടക്കത്തിന്റെ എല്ലാ പേരും ശിവാജി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ സാറിന്റെ പേര് ശിവാജി പവാർ, ശിവാജി കോക്കണി. ऐसे ही है ना. यहाँ और है यहाँ छत्रपति शाहू महाराज शिव- शाहू महाराज है यहाँ शाहू महाराज के अंदर जो टेम्पल है हाँ। यहाँ राजवाड़ा है, न्यू पैलेस है. न्यू पैलेस जाके देखो आपको पूरा कोल्हापुर का हिस्ट्री जो है पता चले. ठीक है. हाँ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ക്ഷേത്രം. നമ്മളെ കലണ്ടർ AD ഒക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ 2000-3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രം കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ആ ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഈസ് റിയലി ഗ്രേറ്റ്. കബൂത്തർ നമ്മളെ ടിക്കറ്റ് नीचे देखना. ഒക്കെ പോയി. അത് അയാളവിടെ ഷട്ടർ വന്നപ്പോൾ പേടിച്ചതാണ്. എനിക്ക് സന്തോഷമല്ലേ. നല്ല രസമുണ്ടായിരുന്നു. കണ്ടോ ഞാൻ നിന്നപ്പോ പ്രാക്കളത്തോടെ ഷാനിക്കാണ് വന്നത്. ഷാനിക്കനെ കണ്ട് പേടിച്ചൊക്കെയാണ് പാഞ്ഞ്. എന്നിട്ട് പോരുന്ന എല്ലാത്തിനും കളഞ്ഞപ്പോ സമാധാനായില്ലേ. ലോക്ക്ഡൗൺ ആയിട്ട് ഈ ടെമ്പിൾ ക്ലോസ്ഡ് ആണ് കേട്ടോ. ലോക്ക്ഡൗൺ ആയിട്ട് ടെമ്പിൾ ക്ലോസ്ഡ് ആണ്. കോലാപ്പൂര് നമ്മളെ നാട്ടിൽ ലെതറിന്റെ ചെരുപ്പിനെ പോലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചപ്പലുണ്ട്. ആ ചപ്പലാണ് കേട്ടോ കാണാൻ പോകുന്നത്. പരപ്പന് ചപ്പല് വേണോ? പരപ്പാം ഫ്രീ ചെപ്പലുകളുണ്ട്. ഷൂവും ചെരുപ്പന്നെ എങ്ങനെ കൊണ്ടുപോകുക അറിയാതെ നിൽക്കാം. അല്ല നമുക്ക് പുതിയതൊന്നും കണ്ടു. അവിടെ നല്ല രസമല്ലേ ഡ്രസ്സും ചെരുപ്പും ഒക്കെ കണ്ടു. പക്ഷെ നമുക്കിത് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഇനി നമുക്ക് ബൈക്കോ വണ്ടിയോ എടുത്തിട്ട് നമുക്ക് വരണം. कोल्हापूर जरा सांगा, कोल्हापूरच्या बाहेर मिळत नाही ना हे चप्पल. हे खुद यहाँ बनाते बनाते हैं. अपना महाराष्ट्र में एकमेव ठिकाण ये स्थळ है जहाँ पे कोल्हापुरी चप्पल मिलता है लेदर का. कोल्हापुर से बाहर सर नहीं क्या हम मिलता. ഷൂട്ട് कर सकते हैं? ഓക്കെ, പല തരത്തിലുള്ള വെറൈറ്റി ചപ്പലുകളാണ് കേട്ടോ. ये सबका कितना है सर? 350 से आगे आता है. 350 से स्टार्ट कर रहा है. ചെരുപ്പൊക്കെ ഉണ്ടോ? ये लेदर है क्या? कंप्लीट लेदर. എങ്ങനെ കൊണ്ടുപോകും മോനെ? ശരിക്കുണ്ടല്ലോ ഈ കോലാപ്പൂരിൽ ഞാനൊരു തവണ വന്നതാണ്. നമ്മുടെ ജിഷ്ണുവും ഞാനും ഞങ്ങളെ റൈഡിൽ 2ാമത്തെ ദിവസം കോലാപ്പൂർ എത്തിയാണ്. പക്ഷെ അന്ന് രാത്രി നമ്മൾ എത്തുന്നു, രാവിലെ ബൈക്ക് എടുത്ത് വീണ്ടും പോകുന്നു. അതായിരുന്നു ശരിക്കും. ഇപ്രാവശ്യമാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ. നമ്മളെ സൈക്കിൾ കംപ്ലൈൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിന്ന് രാത്രി അവിടെ എത്തി, രാവിലെ വീണ്ടും സൈക്ലിങ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ സൈക്കിൾ കേടുന്നതുകൊണ്ട് ഇറ്റ് ഈസ് എ നൈസ് എക്സ്പീരിയൻസ്. കർണാടകയ്ക്ക് നമ്മൾ കയറിയപ്പോണ്ടല്ലോ നമ്മൾ ആകെ അന്തം വിട്ടു. കേരളത്തിൽ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് വന്നിട്ട് കർണാടക ഒരു കുട്ടീൻ്റെ അടുത്ത് പോലീസുകാരുടെ അടുത്ത് പോലും നമ്മൾ മാസ്ക് കണ്ടിട്ടില്ല. അങ്ങനെ ഇനി പക്ഷെ പിന്നെയും നമ്മൾ മഹാരാഷ്ട്രയൊക്കെ കയറിയപ്പോൾ ഇവിടെ ഫുള്ള് മാസ്ക് വാങ്ങിയോ. മാസ്ക് ഉണ്ട്. അതേപോലെ ശനി ഞായറും കടകളൊക്കെ അടവാണ്. എന്നാലും തെരുവോരം ഇതൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ മാസ്ക് പക്ഷെ നിർബന്ധമാണ്. ഇന്നലെ പോന്നപ്പം മഹാരാഷ്ട്രയൊക്കെ കയറുമ്പോൾ ചെക്കിംഗ് ഒന്നുമില്ല. പക്ഷെ ഇവിടുന്ന് കർണാടകയൊക്കെ കയറുമ്പോൾ നല്ല ചെക്കിംഗ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മളെ ഇതിന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അടവാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറി ഒന്നും കാണാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് കാണാനായി. നമ്മളെ വണ്ടിയാ. ഇനി ഇതില പോണേ हाँ ആണോ? ठीक है, अभी हम साइकिल शॉप पे जाएंगे ना. ठीक है. ठीक है. കണ്ടിന്യൂ പോലീസ് പിടിച്ചേ, പരപ്പന പോലീസ് പിടിച്ചേ. അപ്പളെ ഞാൻ പറഞ്ഞ കുറച്ച് മുന്തിരി അപ്പളെ മാങ്ങാന്ന്. അപ്പൊ കേട്ടില്ല. हाँ रंकाड़ा है के न्यू पैलेस है के. ठीक है, तो क्या करना है, जाना है या नहीं? ठीक है चलो. നമ്മൾ നീല एक्सेल एक्सेल रंकाळा तलाव आहे.
കടലോ? पैलेस किधर है? हाँ वही है ना, पैलेस है वो, लेकिन उसमें होटल चालू किया है। अभी वो होटल है क्या? होटल है। नाम वही है पैलेस। ये तालाब का नाम रंकाड़ा। റങ്കാള. അടിപൊളി കേട്ടോ, അടിപൊളി. കോലാപ്പൂർ ഇത്രയും മസ്റ്റ് ജഗ, ഇത്രയും അടിപൊളി സ്ഥലമാണെന്ന് നമുക്ക് അറിയില്ല. ഇനി നമ്മൾ കോലാപ്പൂർ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നതായിരുന്നു. സൈക്കിൾ കേടന്നിപ്പോൾ നന്നായി എന്നാണ് തോന്നുന്നത്. കാരണം ഇതൊരു തടാകമാണ്, വലിയൊരു തടാകം. ഈ തടാകത്തിലെ വേവ്സ് നോക്കിയേ. കുളിച്ചൊക്കെ ചെയ്യട്ടോ, കൊറേ ആൾക്കാർ കുളിച്ചൊക്കെ ഉണ്ട്, മാന ചാടിക്കളി. പക്ഷെ ഷാനിക്കക്ക് നീന്തൽ അറിയില്ലല്ലോ, അതാണ് കുഴപ്പം. സാറില്ല കേട്ടോ, നമുക്ക് പഠിച്ചിട്ടോ കുറച്ച് കഴിഞ്ഞാല്. ഇത് ശരിക്കും നമ്മളവിടുത്തെ പാർക്കൊക്കെ മാതിരി തന്നെ. ഇവിടെ ഇപ്പൊ ശനി ഞായർ കടകളെല്ലാം തുറക്കൂലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പാർക്കൊക്കെ ഓപ്പണാണ്, നിറച്ചും ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാ. നമ്മളവിടെ കുറെ മാറേണ്ടിയിരിക്കുന്നു അല്ലേ? എന്നിട്ട് വേണം എല്ലാവർക്കും കൊറോണ അങ്ങനെ നമ്മൾ കോലാപ്പൂർ ചുറ്റിക്കറങ്ങി വീണ്ടും നമ്മൾ സൈക്കിൾ നന്നാക്കാൻ കൊടുത്ത ഷോപ്പിലേക്ക് തന്നെ എത്തി. ആ ഷ്യാമിൻ്റെ സൈലൻ്റെ സൈക്കിൾ ഇവിടെ സൈഡാക്കിയതായിരുന്നു. ഷ്യാമിലെ ഹൗ ഈസ് കോലാപ്പൂർ? നമ്മൾ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മിസ് ചെയ്യും. കാരണം നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത് ഒന്ന് രാവിലെ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ പൂനെ റൂട്ടിൽ പോകും. വണ്ടി കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് യാദൃശ്ചികമായിട്ടാണ് നമ്മളിവിടെ പെട്ടത്. അപ്പോൾ നമുക്ക് കോലാപ്പൂരിലെ കുറേ കാഴ്ചകൾ കണ്ടു. ഇൻഷാ അല്ലാഹ് വൈകുന്നേരം വീണ്ടും ഇറങ്ങണം നമുക്ക്. പരപ്പൻ ഹൗ ഈസ് കോലാപ്പൂർ? കോലാപ്പൂർ അടിപൊളി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് വരിക എന്ന് പറഞ്ഞപ്പോഴാണ് കോലാപ്പൂരിനെ പറ്റിയൊക്കെ ഞാൻ കേൾക്കുന്നത്. പോയോണ്ട് എന്താ ഒന്ന് വൈബായി ചില്ലായി വരാൻ പറ്റി. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിച്ച് ഈ പൂട്ടിയ പീടിയേൻ്റെ മുന്നിലെത്തവർ നിൽക്കുന്നുണ്ട്. കട പൂട്ടിയതാ, പക്ഷെ ഉള്ളിൽ പരിപാടികൾ നടക്കുന്നുണ്ട് മക്കൾ. നമ്മളെ സൈക്കിൾ ഇപ്പം ഇങ്ങോട്ട് വരും. നമ്മളെ സൈക്കിൾ കേടുന്നത് നന്നായി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ കുറച്ചധികം പൈസ വരുന്ന ഒരു പരിപാടിയാണ്. കാരണം ഫ്രീ വീൽ അപ്പിന് അറൗണ്ട് 2500 3000 ഒക്കെ റുപ്പീസ് ഉണ്ടാവും. എന്നാലും അതല്ല എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഷാനിക്ക റിച്ച് ആണ്ട് ഷാനിക്കക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ആശാനെ വിളിച്ചിട്ടുണ്ട്, ഒലീനെ വിളിച്ചിട്ടുണ്ട്. ഒലീന പൈസ അക്കൗണ്ടിലേക്ക് ഇടും. സോ നോ ഇഷ്യൂസ്. हाय सर, हमारा गाड़ी है, हम केरला से आ रहा है. അതാട്ടോ അപ്പോൾ ഇല്ലി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലിൻ്റെ അലൈൻമെൻറ്റ് നോക്കുകയാണ്. നമ്മളെ ഷാനിക്കൻ്റെ വണ്ടി ഇത് അവിടെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ പാവുണ്ട്, ചക്രമല്ലാത്ത വണ്ടി ശരിയാക്കുന്നേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ സൈക്കിൾ കടയിലൊന്നും അങ്ങനെ കയറി. എൻ്റെ സൈക്കിൾ എടുക്കാൻ ഞാൻ 2 പീടികയിലാണ് കയറിയത്. അതിൽ ഒരു പീടികയിൽ സൈക്കിൾ നോക്കി അവിടെ വെച്ച് വേറൊരു പീടികയിൽ കൂടി പോയി. അങ്ങനെ 2 സൈക്കിൾ പീടികയിൽ കയറിയിട്ടുള്ളൂ. പക്ഷേ ഈ യാത്രക്ക് ഇറങ്ങിയതിന് ശേഷം എന്നും ഞങ്ങൾ സൈക്കിൾ പീടികയിൽ ഇറങ്ങണ നേരം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ഇന്ത്യന്, അല്ലെങ്കിൽ ഷാനിക്കിൻ്റെന്ന്, അല്ലെങ്കിൽ ഷാമിൻ്റെന്ന് എന്തെങ്കിലുമൊക്കെ പണി കിട്ടി എന്നും സൈക്കിൾ പീടികയിൽ. हाँ, तो आपको शिमानो का ही हक मिलेगा. शिमानो की शिमानो का ऊपर कोई ब्रांड नहीं है. हाँ भाई अगर आप 2 लाख या 4 लाख की बाइक लेते हो तो आपको शिमानो का ही हक मिलेगा. आप मिलेगा. अभी तो चाइना बैंक का वजह से वो पूरा साइकिल भी नहीं मिल रहा है, टायर्स पैस वो कुछ नहीं मिल रहा है ना. नहीं मिल रहा है. एक्चुअली मिल रहा है. शिमानो ओनली टायर्स का शॉर्टेज. टायर्स इंडिया में बैन हो गया. ठीक है. इसमें बहुत ऑयल था. हाँ. तो मैंने इसे क्लीन करके रखा है, डिग्रीज करके रखा है. ठीक है. ये भी दिख नहीं रहा था कुछ. हाँ ये पूरा डिग्रीज करके रखा है मैंने. ठीक है. पूरा दिख नहीं रहा था. और ये भी पूरा काला था, ये भी कुछ नहीं दिख रहा था. उसके हिसाब से मैंने चेन और एडजस्टर भी डिग्रीज करके रखा है. ठीक है. तो पूरा काला हो गया था चेन. हाँ और ये भी पूरा काला हो गया, दिख नहीं रहा था कुछ. हाँ. ये पूरा क्लीन करके रखा है, पूरा ये भी क्लीन करके रखा है. गुड. जो हम लोग काम कर रहे हैं वो पूरा एरिया क्लीन रखना पड़ता है. बिकॉज यू पीपल आर द एक्सपर्ट्स. हाँ, ये स्कॉट और ट्रैक हम लोग जैसे ट्रेनिंग देते हैं तो इसके हिसाब से बोलते हैं जो आप खोल रहे हो खाली वही काम करने का नहीं है आपको. उसके आजू बाजू में जो है चेन है, ड्रेलर है, डिस्क मशीन है, उसको क्लीन करना है. ठीक है. तो मैंने स्पोक्स हर एक स्पोक्स साफ किया है. आपका रिम भी क्लीन किया है. पूरा मड़ी था वो, क्योंकि ऑब्वियसली आप उसमें ट्रैवल करो तो
वो राजसन का ही आएगा। हाँ। इवेंट कंपनी का ऐसा ए क्वालिटी का टायर आएगा। ये तो अच्छे क्वालिटी है क्या? केंटा मतलब क्वालिटी बेस्ट ही है, और वो बेसिक भी रहेगा तो अच्छा ही है। इसको कितना है? 1400। 1400 का है। मैं आपको इसमें आपको 1250 करके दूंगा मैं आपको। ठीक है. ബോൾസ് आपके അങ്ങനെയാണെങ്കിൽ നമ്മൾ ടയറും കൂടി മാറ്റുകയാണ് കെണ്ടൻ്റെ, കാരണം ബാക്ക് വീൽ അറൗണ്ട് 3 years ആയി. अभी तो वो नहीं चेंज किया तो पंचर लगेगा ना. ഫ്രണ്ടിൽ അത്യാവശ്യത്തിന് ടയർ ഉണ്ട്. ആ ബിൽ പേ ഇതും അതും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. അപ്പം ഇവിടെ ഞാൻ ആദ്യം യൂസിന്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ട് ഞാൻ ഭയങ്കര ടാക്സ് മിസ്റ്റേക്ക് ആയിരുന്നു. ഇന്നലെയാണ് ഓന്റെ സർട്ടിഫിക്കറ്റ് എത്തിയത് കേട്ടോ. ഓൻ്റെ वाओ हाउ ब्यूटीफुल पीपल. वो प्रेशर ज़्यादा हो गया, इसके वजह से टूट गया. നമ്മൾ കാറ്റടിച്ചപ്പോഴേ നൈസായിട്ട് കുറച്ച് കാറ്റ് കൂടി, ട്യൂബ് പൊട്ടി. ചെവി പോയോ? ഇല്ല, തീരെ പോയില്ല, ഞെട്ടിപ്പോയി. ഫോൺമ കളിച്ചു പെട്ടെന്നൊരൊച്ച. ये इसके साथ भी फ्रीज है, हब के साथ, ठीक. तो यही लगाएंगे शिमानो का ये. वो आप स्पेयर में रख लो. ഈ ഒരു സാധനമാണ് കേട്ടോ നമ്മൾ മാറ്റിയത്. ഈ ഒരു സാധനമാണ് മാറ്റിയത്. ഇതിന് അത്യാവശ്യം വില ഉണ്ട്, 13,000 റുപ്യ വില ഉണ്ട് തോന്നുന്നുണ്ട്. हम लोगों को सबसे पहले 100 किलोमीटर के बाद आपको टायर प्रेशर चेक करना है. वो भी अभी मैंने 60 प्रेशर किया है, तो आपको 70 प्रेशर मेंटेन करना है उधर से आगे 100 किलोमीटर के बाद. चेन ल्यूबिंग आपको 400 to 500 किलोमीटर के बाद चेन ल्यूबिंग करना है. चेन ल्यूब रहता है, चेन ऑयल रहता है, 40 नंबर ऑयल आप छोड़ दोगे, 30-50 to 20 ड्रॉप छोड़ दोगे तो वो भी चल जाएगा. तो उसके बाद और रेगुलर बेसिस हर 2 दिन में आपको टायर प्रेशर, 3 दिन में आप रनिंग कर रहे हो, एक तो टायर रनिंग में कैसे होता है, एक तो प्रेशर कम होता रहता है, एक तो बढ़ता रहता है, तो स्टेबल रहता रहता है. ठीक है सर, आपका नाम क्या था? मैं मिथिल परमाने. कैन यू जस्ट शो योर फेस? मास्क की वजह से आपको नहीं दिख रहा है. നിതിൻ मिथिल परमाने. നിതിൻ പർമാലൈ. അപ്പം സാറാണ് നമ്മളിവിടെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ. താങ്ക് യു സർ. ഇഫ് യു വർ നോട്ട് ദർ വി മൈറ്റ് ബി ഇൻ ട്രബിൾ. താങ്ക് യു. अगर आपको कोई असिस्टेंस चाहिए रहेगा, हाँ आप सातारा में हो, पुणे में हो, मुंबई में हो, ठीक है. गुजरात में हो या दिल्ली में हो, तो आप मेरे को बोलिए, आप उधर के डीलर जो है नेटवर्क है आपको मैं शेयर कर सकता हूँ. ठीक है. आप Thank you.
സൈക്കിളിൻ്റെ പണിയൊക്കെ തീർത്തു. അറൗണ്ട് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് സാധാരണ ഒരു ടൈമിലാണെങ്കിൽ 2-3 ദിവസം എടുത്ത് ചെയ്തു തരുന്ന പണിയാണ്. ഒരു സിമ്പിളായിട്ട് നമ്മളെ ഇതെല്ലാം കണ്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. താങ്ക്സ് എ ലോട്ട്. ഇവിടുന്ന് ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ എന്താവും അറിയായിരുന്നു, നമുക്ക് പൂനെയിൽ പോകേണ്ടിയിരുന്നു. സോ മച്ച് ഹാപ്പി ഷോട്ടിൻ്റെ ടീമിൻ്റെ സപ്പോർട്ട്. ശരിക്കും ഒന്ന് ക്ലോസ്ഡ് ആണ്, നിങ്ങൾക്ക് അവിടെ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ഷോപ്പ് ക്ലോസ്ഡ് ആണ്. നമുക്ക് വേണ്ടി അവർ ഷോപ്പ് ഓപ്പൺ ചെയ്തു, ഇതെല്ലാം ചെയ്തു. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ അവർ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു തന്നു. ആ യെസ്, 3450 രൂപയാണ്. എന്നാലും നമ്മൾ 3450 രൂപയാണ് ആയത്. എന്നാലും നമ്മൾ ഓക്കെയാണ്, ഹാപ്പിയാണ്. കാരണം ഇതിവിടെ അല്ലെങ്കിൽ പൂനെ പോയി വരാൻ തന്നെ ചിലപ്പോൾ അത്ര എക്സ്പെൻസ് ആവും. സോ പർപ്പൻ്റെ ഉണ്ടല്ലോ, വെറുതെ മാറ്റിയല്ല. നമ്മളത് പർപ്പൻ്റെ മെഗാ റേഞ്ച് പല്ലുണ്ടായിരുന്നില്ല. ഇന്ത്യയും ഷാമിലും മാംഗ്ലൂരിലും മാറ്റിയപ്പം പർപ്പൻ്റെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ പർപ്പൻ്റെ മാറ്റിയാണ്. അതേപോലെ ചെയിനും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ചെയിൻ ഓൾറെഡി നമ്മൾ മംഗലാപുരത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ചെയിനും കെസറ്റും മാറ്റുന്നു. അതാണ് കേട്ടോ. ഹാപ്പി അല്ലേ? അപ്പോൾ മരുന്നൊക്കെ വാങ്ങി ഇതാ സൈക്കിളെല്ലാം നമ്മുടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം പലർക്കും ചില സംശയമൊക്കെ ഉണ്ടാവും, എന്തിനാ ഈ പണി മുഴുവൻ പഠിച്ചത്, ഇനി മുമ്പൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയില്ലെങ്കിലോ. അപ്പം നമ്മളെ ഭാഗത്തുനിന്ന് 50% എഫേർട്ട് നമ്മളും 50% പഠിച്ചവനെന്നാണല്ലോ. അപ്പോൾ എൻ്റെ സൈക്കിൾ ഇതാ അവിടെ, ഷാമിലിൻ്റെ സൈക്കിൾ ഇതാ അവിടെ, പരപ്പൻ്റെ സൈക്കിൾ ഇതാ അവിടെ. ठीक है, थैंक यू सर. Yes. हाँ ₹70 12 हाँ. ആ കുഴപ്പമില്ല. ഇങ്ങോട്ട് പോന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം ഗിയേഴ്സ് എല്ലാം പക്കയായി, അതേപോലെ ഫ്രീ വീല് ഒക്കെ റെഡിയാക്കി. ഹാപ്പി. ശരിക്കും ഉണ്ടല്ലോ 3500 രൂപയായി. പക്ഷേ ഓക്കെയാണ്. പക്ഷേ ഇത് ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ നമ്മളെ യാത്ര ഇവിടെ വെച്ച് നിർത്തേണ്ടി വരുമായിരുന്നു. അപ്പം നമ്മൾ വണ്ടിയൊക്കെ ശരിയാക്കി അവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോൾ ഓല് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവാന്ന്. അപ്പം ഇതാ ഫുഡ് കഴിക്കാൻ നമ്മൾ വണ്ടിമേൽ ഇവിടെ വന്നപ്പോൾ ഇത് മെസ്സാണോ അതോ വീടാണോ എന്ന് ഉറപ്പില്ല. എന്താണെങ്കിലും നമുക്കൊന്ന് പോയേക്കാം. ഫുഡ് കിട്ടിയാൽ മതിയാ, അത്രേ ഉള്ളൂ. കൈകിക്കോ കൈകിക്കോ. സോപ്പ് എന്താ സ്ലോ ആണോ? എന്താ ചെക്ക, നിന്റെ സ്റ്റോപ്പ് എന്താ സ്ലോ ആണോ? 10 മിനിറ്റിൽ വാഷ് ലൈഫ് ആ ചെക്കൻ്റെ മാതിരി തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഒരു മെസ്സിലായിട്ട് വന്നു. അടിപൊളി ഫുഡ് പറഞ്ഞാൽ അടിപൊളി ഫുഡ്. റൊട്ടി ഉണ്ട്, തൈരുണ്ട്, സാലഡ് ഉണ്ട്, സബ്ജി, വേറെ എന്തോ ഒരു സാധനം, 2 കറി, ഗ്രാൻഡ് ഫുഡ്. അടിപൊളി ഫുഡാണ്. മിസ് പർപ്പൻ യെസ് ഹാവ് ഇറ്റ് മാൻ. അടാ ഇതെന്തൊക്കെയാടാ, നമ്മളവിടെ ഒരു ചപ്പാത്തി ഒരു കറി ഉണ്ടാവും. ഇത് ഇവിടെ എല്ലായിടത്തും ഇതുണ്ടാവട്ടെ. ഇതിൻ്റെ സ്പെഷ്യൽ തൈര് സലാഡ് ഉണ്ട്, എന്തൊക്കെ ഇതുണ്ട്, 2 കറി ഉണ്ട്, ഒക്കെ ഉണ്ട്.